പ്രേക്ഷകരെ എന്ന മജ്ജയും മാംസവും മരവിപ്പിക്കുന്ന ചില്ലിംഗ് ത്രില്ലർ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ആ നായകനെ ഒരിക്കൽ കൂടി താരപുത്രൻ എന്ന് വിളിക്കാൻ ധൈര്യപ്പെടില്ല. പ്രതീക്ഷകളുടെ ചക്രവാളങ്ങൾ ആവോളം താണ്ടി ഇന്ന് അയാൾ സ്വന്തം വിയർപ്പിൽ നെയ്തെടുത്ത ചെങ്കോലേൽക്കുകയാണ്. അച്ഛൻ കൈമാറി നൽകിയ കിരീടം കൊണ്ടല്ല, കടഞ്ഞെടുത്ത പെർഫോമൻസ് കൊണ്ട്. സോഷ്യൽ മീഡിയയിൽ ട്രോൾ കൊണ്ട് തളർത്താൻ ശ്രമിച്ചവരെ കണ്ണിൽ കത്തിയെരിഞ്ഞ അമർഷത്തിന്റെ, ഉള്ളിൽ ആളി അമർന്ന ഭയത്തിന്റെ തീവ്രത കാട്ടി നിശബ്ദരാക്കി നിർത്തുന്ന ഹീറോയിസം. 2 മണിക്കൂറിൽ താഴെ നേരം DSRയ്ക്കൊപ്പം ആകാംക്ഷ വച്ചാതെ ഭയത്തോടെ രാഹുൽ സദാശിവൻ കെട്ടിയൊരുക്കിയ ആ ലോകത്ത് നിങ്ങൾ നിന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രണവ് മോഹൻലാൽ എന്ന പെർഫോമറുടെ മിടുക്കും അധ്വാനവും ഹേതുവാണ്. ഒരുപക്ഷെ വരാനിരിക്കുന്നത് അയാളുടെ കൂടെ കാലമാകും. എതിരെ നിൽക്കാൻ ആർട്ടിസ്റ്റ് പോലും ഇല്ലാത്ത സീനിൽ തലമുടിയിലേക്ക് കടന്നു വരുന്ന സെൻസേഷന് പ്രണവ് നൽകുന്നത് പെർഫെക്റ്റ് റിയാക്ഷൻ ആണ്. ഫിസിക്കലി പ്രസന്റ് അല്ലാത്ത എന്തിനെയോ അയാൾ നേരിടുന്ന സീനുകൾ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ കൗതുകമുണർത്തിയെങ്കിലും അതേ സീനുകളുടെ എക്സ്റ്റൻഷൻ തിയേറ്ററിൽ ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളാണ് ഒരുക്കുന്നത്. ആക്ടിങ് ഈസ് നോട്ട് റിയാക്ടിങ് ബട്ട് ബിഹേവിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ പറഞ്ഞ കണക്ക് റിയാക്ട് ചെയ്യാൻ മുന്നിൽ ഒന്നുമില്ലാഞ്ഞിട്ടും അവിടെ എന്തോ ഉണ്ടെന്ന് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കും വിധം അയാൾ സ്ക്രീനിന് മുന്നിൽ ജീവിക്കുകയാണ്. ആകെ മൂടുന്ന ഭയത്തിൽ ഗത്യന്തരമില്ലാതെ അയാൾ കാട്ടിക്കൂട്ടുന്നതൊക്കെയും റിയൽ അല്ലെന്ന് സാക്ഷാൽ സംവിധായകൻ വന്നു പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. മരണവീട്ടിൽ വളരെ ഓക്വേർഡായും ദുഷ്ടശക്തിയുമായി മല്ലിടുമ്പോൾ ഒരേ സമയം പേടിയോടെയും ദേഷ്യത്തോടെയും പ്രതികാരത്തോടെയും സുഹൃത്തുക്കൾക്കിടയിൽ എല്ലാമുള്ള ഏകാഗിയായും രോഹൻ എന്ന കഥാപാത്രം മാറുന്നത് സർവ്വപ്രതാപങ്ങൾക്കിടയിൽ കഴിയുന്ന മറുനാട്ടുകാരനായ അച്ഛന്റെ ജോലി തന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ ഒരു പക്ഷേ നിർബന്ധിതനായ അരഗന്റ് മനുഷ്യന്റെ ബേസിക് ട്രേറ്റ് കൈവിടാതെ തന്നെയാണ്. നല്ലവനോ കെട്ടവനോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത മറ്റൊരാൾ മാത്രം. പക്ഷെ ഒന്നുറപ്പാണ്, നായകനായി തട്ടിൽ കയറിയതിൽ പിന്നെ അയാളിൽ നിന്ന് ഇത്രയും ആഴവും ഓളവും പരപ്പുമുള്ള കഥാപാത്രം ഉണ്ടായിട്ടില്ല. ഞൊടിയിടയിൽ ഭാവം മാറും വിധം കരുത്തനായ അയാൾ മാറിയിട്ടില്ല. കയ്യിലുള്ള ചുരുക്കം ചില മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി ഏതെങ്കിലും യാത്രക്കിടയിൽ വഴിയോരങ്ങളിൽ നിൽക്കുന്ന പ്രണവ് മോഹൻലാലിനെ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. രാജകുമാരൻ എന്ന ഫാൻ ടൈറ്റിലുകളെ തെല്ലും വകവയ്ക്കാതെ അത്തരം താരഭാരം ചുമലിലേൽക്കാതെ അയാൾ ഒരു ജിന്നാണെന്ന് പറയിപ്പിക്കും വിധം അപ്പൂപ്പൻ താടി പോലെ അലയുന്നൊരു മനുഷ്യൻ. അപ്പു എന്ന വിളിപ്പേരിൽ സ്നേഹം ചാലിച്ചെടുക്കുന്നത് ക്യാമറയ്ക്ക് മറുപുറത്തെ ലളിത വേഷം കൊണ്ടുകൂടെയാണ്. പക്ഷേ രോഹൻ അയാൾക്ക് നേരെ എതിരാണ്. അൾട്രാ ലക്ഷറി ലൈഫിൽ അടിമുടി സ്റ്റൈലിഷായ സെൽഫ് സെന്റേർഡായ രോഹൻ. സ്നേഹിക്കണോ വെറുക്കണോ എന്ന സന്ദേഹം ഉള്ളിൽ ഉണർത്തുന്നയാൾ. ആന്റണി പെരുമ്പാവന്റെ നിർമ്മാണത്തിൽ ജിത്തു ജോസഫ് ഒരുക്കിയ ആദിയിലാണ് പ്രണവ് ആദ്യമായി നായകനായത്. പ്രകടനത്തിൽ പ്രേക്ഷകർ തൃപ്തനായില്ലെങ്കിലും ചിത്രത്തിലെ ആക്ഷനിൽ അയാൾ ഫയർ തെളിയിച്ചു. വീണ്ടും വീണ്ടും മോഹൻലാൽ എന്ന നായകന്റെ അസോസിയേറ്റുകൾക്കൊപ്പം മാത്രം കംഫർട്ട് സോണിൽ നിൽക്കുന്ന പ്രണവിനെയാണ് കണ്ടത്. നാഷണൽ അവാർഡിൽ തിളങ്ങിയിട്ടും പ്രേക്ഷകർക്കിടയിൽ അസംതൃപ്തി സൃഷ്ടിച്ച മരക്കാർ എന്ന ചിത്രത്തിലും പ്രണവിന്റെ സ്ക്രീൻ പ്രസൻസ് വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ സുഹൃത്തുകൂടെയായ വിനീതിന്റെ ഹൃദയവും വർഷങ്ങൾക്ക് ശേഷവും കൊമേഴ്ഷ്യലി ഹിറ്റായെങ്കിലും വിമർശനങ്ങൾക്ക് പാത്രമായി. അച്ഛൻ റെഫറൻസുകൾ ഏച്ചുകൂട്ടിയ പോലെ എല്ലായിടത്തും മുഴച്ചു നിന്നു. പെർഫോമർ എന്ന നിലയിൽ എത്രത്തോളം വിശ്വാസം ഈ കാലയളവിൽ പ്രണവ് നേടി എന്നതും സംശയമാണ്. രാഹുൽ സദാശിവൻ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് മുതൽ അതിലൊരു ആശങ്ക പ്രേക്ഷകർ പ്രകടിപ്പിച്ചതും അതുകൊണ്ടാകും. പെർഫോമൻസിനും പെർഫോമൻസർക്കും രാഹുൽ സദാശിവൻ എന്ന ക്രാഫ്റ്റ്മാൻ സമ്മാനിക്കുന്ന സ്പേസ് അത്യധികം വലുതാണ്. ഭൂതകാലത്തെയും ഭ്രമയുഗത്തെയും അയാൾ കുരുക്കിയിടുന്നത് ഇന്റൻസ് പെർഫോമൻസ് കൂടെ നൽകിയാണ്. ആശയും വിനുവും പോറ്റിയും തേവനും തുടങ്ങി വിരലിൽ എണ്ണിയാൽ തീരുന്ന കഥാപാത്രങ്ങളെ അയാൾ എഴുതി ഒരുക്കുന്നുള്ളൂ. എങ്കിലും അതിൽ സിനിമ അടങ്ങി ഒതുങ്ങി നിൽക്കും. അവിടേക്കാണ് പ്രണവും കാലെടുത്ത് വെക്കുന്നത്. ഇവനെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ എന്ന് ശങ്കിച്ചവർക്ക് മുന്നിലേക്ക് ഇതിനും അപ്പുറത്തേക്ക് എന്ത് എന്ന ചോദ്യശരവുമായാണ് രോഹൻ സ്ക്രീൻ വിടുന്നത്. പക്ഷേ അവിടെ പ്രണവ് മോഹൻലാൽ എന്ന നടൻ നായകൻ അവശേഷിക്കുകയാണ്. തന്റെ ഹൊറൈസണുകൾക്കപ്പുറം നല്ല കഥാപാത്രങ്ങളിലേക്ക് ആ നായകൻ തീർച്ചയായും ഇഴുകിച്ചേരുമെന്ന സാക്ഷ്യപത്രമായി തന്നെ.